ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുരുമുളക് ഇട്ട് വെച്ച ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. ഞാനിപ്പോൾ മത്തി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം അയല വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പം ഞാൻ മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 10-12 ചെറിയുള്ളി ഉപയോഗിച്ചാൽ മതി. അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 3 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വാളംപുളിയാണ്. അപ്പം ഞാനൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം കുടംപുളി ഉപയോഗിക്കാം. പക്ഷേ അതിലും കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നത് വാളംപുളിയിൽ ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാനൊരു 12 മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറി വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാളയും അതുപോലെ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കുറച്ചുകൂടെ എരിവ് വേണമെന്നുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ കുരുമുളക് പൊടിക്ക് പകരം പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ തീ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 12 മീനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഇതിന് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവിയിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. തവിയിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് എടുത്തിട്ട് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അവസാനമായിട്ടൊരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുരുമുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. ഈ കറി ഇനിയിപ്പം ഉടനെ ഉപയോഗിക്കാനൊരു സുഖം ഉണ്ടാവില്ല. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് ആ പുളിയൊക്കെ നന്നായിട്ട് കറിയിലേക്ക് പിടിക്കുകയുള്ളൂ. കൂടുതലും നല്ലത് തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.